ഇത് നമ്മുടേതല്ല. ഇത് ലോകത്തിന്റെ രക്ഷിതാവായ, പ്രപഞ്ചത്തിന്റെ നാഥനായ, അണ്ടഘടാഹങ്ങളുടെ അധിപനായ, ഈ ലോകത്തിന്റെ നാഥനായ അവന്റെ സംസാരമാണ്. നമ്മൾ അവന്റെ സൃഷ്ടികളിൽപ്പെട്ടവരാണ്. മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളിൽപ്പെട്ടവരാണ്. ഈ കാണുന്ന പ്രാണികളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളിൽപ്പെട്ടവരാണ്. കൊറോണ സമ്മാനിച്ച നിസ്സാരമായ വൈറസ് പോലും അതേ ദൈവത്തിന്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. എന്നാൽ ഖുർആൻ ദൈവത്തിന്റെ സൃഷ്ടിയല്ല, അവന്റെ സംസാരമാണ്. അതുകൊണ്ട് ഖുർആനിന് ഡെഫിനിഷൻ കൊടുക്കാറുള്ളത് കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെ? ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്നാണ് പണ്ഡിതന്മാർ നിർവചിക്കുന്നത്. ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ, വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ, ഖുർആനിന്റെ തഫ്സീറുകളിൽ എല്ലാം വിശദീകരിച്ചത് കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ എന്ന മലക്ക് മുഖേന ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്, ആ വടി ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് നബിയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ. ആ ഖുർആനിൽ ഒരിക്കലും തെറ്റുണ്ടാവുകയില്ല. അതുകൊണ്ട് ഖുർആൻ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളി? ഖുർആനിന്റെ വെല്ലുവിളി എന്താ? ഇതുപോലൊരു ഗ്രന്ഥം വേണ്ട, ഇതുപോലെ ഒരു അധ്യായമെങ്കിലും, 114 അധ്യായമാണ് ഖുർആനിലുള്ളത്. 6236 സെന്റൻസുകളാണ് ഖുർആനിലുള്ളത്. എങ്കിൽ ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ട, സൂറത്ത് വേണ്ട, ഇതുപോലെയുള്ള ഒരു സെന്റൻസ് എങ്കിലും പകരം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ അറേബ്യൻ നാട്ടിലെ വലിയ കവികളും വിദഗ്ധന്മാരായ ആളുകളും ഒന്ന് കൂടിയിരുന്ന് ഒരു സൂറത്ത് റെഡിയാക്കി. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ എന്ന് തുടങ്ങുന്ന സൂറത്തിനൊപ്പം വെച്ചുകൊണ്ട് അൽ ഫീൽ മൽ ഫീൽ വമാ അദ്റാക മൽ ഫീൽ എന്ന് എഴുതിയവരൊന്ന് പ്രദർശിപ്പിച്ച് അവർ തന്നെ മീറ്റിംഗ് കൂടി മോശമായി പോയി എന്ന് പറഞ്ഞു വലിച്ചു ചീന്തി കളഞ്ഞതിന്റെ ചരിത്രത്തിന്റെ സത്യരേഖകൾ, ചരിത്രത്തിന്റെ താളുകൾ പിറകിലേക്ക് മറിച്ചാൽ ഈ ലോകം മറക്കാത്ത ചരിത്രത്തിന്റെ വരികൾ നിങ്ങൾക്കും വായിച്ചെടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ.